ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും EDUBYTE പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പൈത്തണിന്റെ ഇൻസ്റ്റാളേഷൻ ആണ്. പൈത്തണിന്റെ ഇൻസ്റ്റാളേഷനും അതേപോലെ പൈച്ചാം ഐഡിയുടെ ഇൻസ്റ്റാളേഷനും രണ്ടും കൂടെ ഒരുമിച്ചുള്ള ഒരു പാർട്ടാണ് ഇത്. അപ്പം നമ്മൾ എന്തായാലും വെബ് ഡെവലപ്മെന്റ് ചെയ്യുന്നത് പൈത്തൺ വെച്ച് നമ്മളെ ബാക്ക് എൻഡ് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് പൈത്തൺ ആണല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് പൈത്തൺ ഇൻസ്റ്റാളേഷൻ വേണം. അതുപോലെ തന്നെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു IDE വേണം. അതായത് വെബ് ഡെവലപ്മെന്റിന്റെ അത് കോഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു IDE വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പൈച്ചാമും കൂടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാണ്. അപ്പൊ പൈത്തൺ ഇൻസ്റ്റാളേഷന്റെ വീഡിയോ ഞാൻ തന്നെ മുമ്പേ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോ രണ്ടും കൂടെ ചെയ്യുന്നുണ്ട്, രണ്ടും കൂടെ ഒരുമിച്ചൊരു വീഡിയോ എടുക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ബ്രൗസറിൽ കയറിയിട്ട് പൈത്തൺ ഡൗൺലോഡ് ചെയ്തൊന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് പൈത്തൺ ഡൗൺലോഡ് എന്നൊന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം പൈത്തൺ ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് python.org ഒരു സൈറ്റ് ഇതിനകത്ത് വരും അല്ലെ. അപ്പൊ ആ സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് അപ്പം അതിനകത്ത് നമുക്ക് കുറെ ഡീറ്റെയിൽസ് ഒക്കെ കാണാം. ഡോക്യുമെന്റേഷനും ഡൗൺലോഡ്സും അങ്ങനെ കുറെ ഡീറ്റെയിൽസ് അതിനകത്ത് കാണാം. അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ പൈത്തണിന്റെ 3.10.1 എന്ന് പറയുന്ന വേർഷനാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ. പക്ഷെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അത് എടുക്കണ്ട. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് എന്തെങ്കിലും ബഗ്ഗുകളും കാര്യങ്ങളൊക്കെ കാണും. അപ്പൊ അതിന് അതെടുക്കാണ്ട് നമുക്ക് ഇച്ചിരി പഴയ വേർഷൻ ഏതെങ്കിലും എടുക്കാം. പഴയ ഒരുപാട് ഓൾഡ് ആവാണ്ട് 3 തന്നെ വരുന്ന ഒരു 3.5 3.6 അങ്ങനെ വരുന്ന ഏതെങ്കിലും ഒരു വേർഷൻ എടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്ട് ഒരുപാട് വേർഷൻസ് ഇവിടെ ഉണ്ടല്ലേ. പൈത്തൺ 3.10, 3.9, 3.7, നമുക്കൊരു 3.6 ഏതെങ്കിലും എടുക്കാം. ഒരു 3.7, 3.8, 3.6.10, നമുക്കൊരു 3.6.5 അങ്ങനെ കൊടുക്കാം. 3.6.6 ഉണ്ട്, 3.6.5. അപ്പൊ ഞാനിപ്പോ ഇൻസ്റ്റാൾ ചെയ്ത പൈത്തൺ 3.6.5 എന്ന് പറയുന്ന വേർഷനാണ്. അപ്പൊ നിങ്ങളും അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഏറ്റവും പുതിയ വേർഷൻസിലോട്ടൊന്നും പോകാണ്ട് കുറച്ചൊരു പഴയ വേർഷൻ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതിനകത്ത് ഡൗൺലോഡ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ഡൗൺലോഡിംഗ് പേജ് വരും. അപ്പൊ അതിനകത്ത് കുറെ ഇതുണ്ട്. നമുക്ക് വേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടബിൾ ഫയലാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടുള്ളത്. അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതാണ്ട് ഇവിടെ എക്സിക്യൂട്ടബിൾ ഇൻസ്റ്റാളർ ഫയൽ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മളെ സിസ്റ്റം ഏത് വേർഷൻ ആണെന്ന് നോക്കണം. അതായത് നമ്മളെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എത്ര ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ന് നോക്കണം. എന്റെ 64 ബിറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ x86 64 എക്സിക്യൂട്ടബിൾ ഇൻസ്റ്റാളർ ആണ് ഇൻസ്റ്റാൾ ചെയ്തത്. പിന്നെ മാക് OS ആണെങ്കിൽ മാക്കിന്റെ ഇൻസ്റ്റാളറിന്റെ ഇതിവിടെ ഉണ്ട്. പിന്നെ വിൻഡോസിന്റെ 32 ബിറ്റ് OS ആണെങ്കിൽ അതിന്റെ ഇൻസ്റ്റാളർ ഉണ്ട്. 32 ആണെങ്കിൽ x86ന്റെ ഏതെങ്കിലും ഒരു എടുത്താൽ മതി. അപ്പൊ നമ്മളെ 64 ബിറ്റ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ വിൻഡോസ് x86 64 എക്സിക്യൂട്ടബിൾ ഇൻസ്റ്റാളർ ആ ഫയൽ എടുക്കുകയാണ്. അപ്പൊ അത് കൊടുക്കുമ്പോഴത്തേക്ക് അത് ഡൗൺലോഡ് ആവുന്നുണ്ട്. ഒരു 30.3 MB ഒരു ഫയലാണ്. ഇപ്പൊ നെറ്റ് എനിക്ക് ചെറിയൊരു സ്ലോ ഉണ്ട്. അപ്പൊ ഞാൻ അത് ഡൗൺലോഡ് ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ആ ഇൻസ്റ്റാളേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പൊ നമ്മൾ പൈത്തൺ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് ഓപ്പൺ ആയി വരും. ഓപ്പൺ ആയി വരുന്നുണ്ടല്ലോ. ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്താണ് കസ്റ്റമൈസ് ഇൻസ്റ്റാളേഷൻ ഇത് കൊടുത്താൽ മതി. അതിനകത്ത് ഇൻസ്റ്റാൾ നൗ അല്ല, കസ്റ്റമൈസ് ഇൻസ്റ്റാളേഷൻ ആ ഓപ്ഷൻ കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ആഡ് പൈത്തൺ 3.6 ടു പാത്ത് എന്ന് പറഞ്ഞ് കൊടുക്കണം. ആ ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്താണ് എക്സിക്യൂട്ടബിൾ വേരിയബിൾസിൽ പോയിട്ട് അതിന്റെ പാത്തൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പൊ അത് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ആഡ് പൈത്തൺ 3.6 പാത്തും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കസ്റ്റം ഇൻസ്റ്റാളേഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ഇതിനകത്തൊക്കെ നെക്സ്റ്റ് കൊടുക്കുക. ഇൻസ്റ്റാൾ ഫോർ ആൾ ഇവിടേക്ക് ഇൻസ്റ്റാൾ കൊടുക്കുക. ഇത്രയാകുമ്പോഴത്തേക്ക് ഒരു വിൻഡോ വരും. അതിനകത്ത് ഒരു യെസ് കൊടുക്കുമ്പോഴത്തേക്ക് എന്റെ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പൊ ഇത് കംപ്ലീറ്റ് ആയി തീരുമ്പോഴത്തേക്ക് നമ്മളെ പൈത്തണിന്റെ ഇൻസ്റ്റാളേഷൻ ഇവിടെ കംപ്ലീറ്റ് ആവും. അപ്പൊ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു IDE കിട്ടും. പൈത്തണിന്റെ വേറൊന്നുമല്ല, പൈത്തണിന്റെ ഒരു IDE നമുക്ക് കിട്ടും. ഒരു ചെറിയൊരു കോഡ് എഴുതാനൊക്കെ പറ്റിയ നമ്മളെ ഏതാണ് പവർഷെൽ പോലെയും അതേപോലെ വിൻഡോസിന്റെ കമാൻഡ് പ്രോംപ്റ്റ് പോലത്തേക്ക് ഒരു IDE നമുക്ക് കിട്ടും. അത് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളെ പൈത്തണിന്റെ ഇൻസ്റ്റാളേഷൻ കറക്റ്റ് ആണ്. അപ്പൊ അത് ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ IDE കിട്ടുന്നു നോക്കാം. ഇപ്പൊ ഒന്നുമില്ല, ഇതിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ആഡ് പാത്ത് കൊടുത്താൽ മതി. ആഡ് വിൻഡോസ് ആഡ് ടു പാത്ത്, ആഡ് പൈത്തൺ 3.6 പാത്ത്, ആ ഒരു ഓപ്ഷൻ മാത്രം നമ്മൾ കൊടുത്താൽ മതി. അത് കൊടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പൊ അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് ഇച്ചിരി ടൈം എടുക്കുന്നുണ്ട്. നമുക്ക് അത് ഇൻസ്റ്റാൾ ആവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇൻസ്റ്റാളേഷൻ സക്സസ് ആയിട്ടുണ്ട്. ഇപ്പൊ അത് സക്സസ് ആയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിൻഡോസിന്റെ സെർച്ചിൽ പോയിട്ട് പൈത്തൺ IDE എന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് താണ്ട് പൈത്തൺ IDE താണ്ട് ഈ സാധനം ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ പൈത്തൺ കോഡുകൾ എഴുതാൻ പറ്റും. ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ പൈത്തന്റെ ഒരു ഷെല്ലാണ്. അപ്പൊ ഇതിനകത്ത് വേണമെങ്കിൽ നമ്മൾ പൈത്തന്റെ കോഡ് എഴുതാൻ പറ്റും. അപ്പൊ നമ്മളിത് നോക്കുന്നില്ല.
നമുക്കതങ്ങ് സ്കിപ്പ് ചെയ്ത് കളയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത പൈച്ചാം ഇൻസ്റ്റാളേഷൻ ആണ് കണ്ടുള്ളത്. അതായത് ഇനി അടുത്ത IDE നമുക്ക് പൈത്തൺ ചെയ്യാനുള്ള IDE നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പം പൈച്ചാം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് പൈച്ചാം ഡൗൺലോഡ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. പൈച്ചാം ഡൗൺലോഡ് എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് ഡൗൺലോഡ് പൈച്ചാം പൈത്തൺ IDE ഫോർ പ്രൊഫഷണൽ ഡെവലപ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. ജെറ്റ് ബ്രെയിൻസിന്റെ സൈറ്റ് ആണ്. അപ്പം ആ സൈറ്റ് www.jetbrains.com അങ്ങനെ ഒരു സൈറ്റ് ആണ്. അപ്പൊ ആ ഒരു സൈറ്റിനകത്തേക്ക് നമുക്ക് കയറാം. അപ്പൊ ആ സൈറ്റ് ലോഡായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് കാണും. ഇപ്പൊ സൈറ്റ് ഒന്ന് ലോഡായി വരട്ടെ. നേരത്തെ പറഞ്ഞ നെറ്റിന് ചെറിയൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഇത് കറങ്ങി നിൽക്കുന്നേ ഉള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്യാം. അതെ, പൈച്ചാമിന്റെ ആ സൈറ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കിട്ടും. ഒന്ന് പ്രൊഫഷണൽ ഓപ്ഷൻസ് കിട്ടും, അതേപോലെ കമ്മ്യൂണിറ്റി ഓപ്ഷൻസ് കിട്ടും. ഇപ്പൊ പ്രൊഫഷണൽ ഓപ്ഷൻസ് ആണെങ്കിൽ നമുക്ക് അതിനകത്ത് ഫ്രീ ട്രയൽ 7 ഡേയ്സിന്റെ ഫ്രീ ട്രയൽ എങ്ങാണ്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൈസ അടയ്ക്കണം. പക്ഷേ കമ്മ്യൂണിറ്റി ഓപ്ഷൻ എടുക്കുന്നതെങ്കിൽ നമുക്ക് എന്താണ് ഫ്രീ ആണ്, അതേപോലെ ഓപ്പൺ സോഴ്സും ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത് ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു വേർഷൻ ആണ്. അപ്പൊ അതിനകത്ത് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് വേറെ ഒന്നുമില്ല. കണ്ട പൈത്തന്റെ ഡൗൺലോഡിങ്, താങ്ക് യു ഫോർ ഡൗൺലോഡിങ് പൈച്ചാം എന്ന് പറഞ്ഞ് വരും. പൈത്തന്റെ ഡൗൺലോഡിങ് പേജിനകത്തേക്ക് വന്നിട്ട് ഇതാണ്ട് പൈത്തൺ ഇൻസ്റ്റാൾ ആവാൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പൈത്തൺ ഡൗൺലോഡ് ആവാൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇപ്പൊ ഒരു 359 MB ഒരു ആപ്പാണ്. അപ്പം ഒരു സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് അത് ഡൗൺലോഡ് ആവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മളെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫയൽസ് എടുത്ത് നോക്കിയാൽ ഫയൽസിനകത്ത് ഡൗൺലോഡ്സിനകത്ത് ഇതേപോലെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഫയൽ ഇവിടെ കാണും അല്ലേ. അപ്പൊ അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഇൻസ്റ്റാളേഷൻ വിസാർഡ് ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ ഇവിടെ ഒരു ഒരു വിൻഡോ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. വിൻഡോ കാണുന്നെങ്കിൽ അവിടെ ഒരു കൊടുക്കുക. കൊടുക്കുമ്പോഴാണ് എന്റെ ഇൻസ്റ്റാളേഷൻ, പൈച്ചാമിന്റെ ഇൻസ്റ്റാളേഷൻ വിസാർഡ് ആണ്. ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. നെക്സ്റ്റ് ഇവിടെ ഡെസ്ക്ടോപ്പ് ഷോർട്ട് കട്ട് വേണമെങ്കിൽ അത് കൊടുക്കണം. ഇതിനകത്ത് നെക്സ്റ്റ് കൊടുത്താൽ മതി. അതേപോലെ നെക്സ്റ്റ് ഇൻസ്റ്റാൾ, അത്രേ ഉള്ളൂ. കൂടുതലൊന്നും ഇതിനകത്തില്ല. അപ്പൊ ഇത് ഇൻസ്റ്റാൾ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. ഒരുപാട് ഫയൽസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ആവാനുണ്ട്. അപ്പൊ അത് ഇൻസ്റ്റാൾ ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മളെ ഇൻസ്റ്റാളേഷൻ സക്സസ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു വിൻഡോ വരും. അപ്പൊ അതിനകത്ത് നമുക്കിപ്പം പൈച്ചാം ഓപ്പൺ ചെയ്യണമെങ്കിൽ റൺ പൈച്ചാം കമ്മ്യൂണിറ്റി എഡിഷൻ കൊടുത്തിട്ട് ഫിനിഷ് കൊടുത്തു. അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ അത് ടിക്ക് ചെയ്ത് കൊടുക്കണ്ട. അപ്പൊ ഞാൻ പൈച്ചാം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഐ കൺഫേം കൊടുത്ത് കണ്ടിന്യൂ കൊടുത്താൽ മതി. അതേപോലെ സ്റ്റാറ്റിക്സ് അതെന്തെങ്കിലും കൊടുത്താൽ കുഴപ്പമില്ല. ഇപ്പൊ പൈച്ചാമിന്റെ പുതിയ വേർഷനാണ്. ഞാൻ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന വേർഷനകത്ത് ഇതേപോലുള്ള ഐറ്റങ്ങളൊന്നും ഇല്ല. തോന്നുന്നു ഏറ്റവും പുതിയ വേർഷൻ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഇത്രയും കളർഫുൾ ആയിട്ടുള്ള ഒരു IDE ഒന്നും അല്ലായിരുന്നു മുമ്പ് പൈച്ചാം. ഇത് കഴിഞ്ഞ് നമുക്ക് ഓപ്പൺ ചെയ്തു. ഇതാണ് പൈച്ചാമിന്റെ ഒരു വിൻഡോ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു +ന്യൂ പ്രോജക്റ്റ് കൊടുത്തിട്ട് അതിനെന്തെങ്കിലും ഒരു പേര്, ഇപ്പം പൈത്തൺ പ്രോജക്റ്റ് ഒന്നും നമ്മളിപ്പോ HTML അല്ലേ ചെയ്തു തുടങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ എന്താണ് HTML എന്ന് കൊടുക്കുക. HTML എന്ന് HTML തന്നെ പേര് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വേറെ ഒന്നും ചെയ്യണ്ട. ഇവിടെ ജസ്റ്റ് ക്രിയേറ്റ് കൊടുത്താൽ മതി. അപ്പം ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കണ്ട ഇതേപോലെ ഒരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ക്രിയേറ്റിംഗ് എ വർക്ക് സ്പേസ്, ക്രിയേറ്റിംഗ് വിർച്വൽ എൻവയോൺമെന്റ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കുറച്ച് ടൈം ഇതേപോലെ ആവും. അത് ഒന്ന് ലോഡായി വരാൻ, അന്നത്തെ കാര്യങ്ങളെല്ലാം ലോഡായി വരാൻ വേണ്ടിയിട്ടുള്ളത്. ഇവിടെ പിന്നെ ഓരോ ടിപ്സുകളൊക്കെ പറയുന്നതാണ്. നമുക്കത് വീണ്ടും ഓരോ ടിപ്സുകൾ കാണണമെങ്കിൽ ഇവിടെ ഈ ഡോണ്ട് ഷോ കൊടുക്കണ്ട. കാണണ്ടെങ്കിൽ ഇവിടെ ഡോണ്ട് ഷോ കൊടുത്താൽ മതി. എന്നിട്ട് ക്ലോസ് കൊടുത്താൽ മതി. ഓക്കെ. ഇനി നമുക്ക് ഇവിടെ HTML നമുക്ക് ഇവിടെ main.py എന്നൊക്കെ ഒരു ഫയൽ ഇട്ടിട്ടുണ്ടല്ലേ. ഇനി നമ്മൾ ഇവിടെ പുതിയ ഒരു HTML പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. കാരണം നമുക്ക് HTML ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ മുകളിൽ നമ്മൾ HTML എന്ന് പറയുന്ന അതിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത HTML എന്ന് പറഞ്ഞാൽ അതിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അപ്പൊ ന്യൂ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ഫയൽ ക്രിയേറ്റ് ചെയ്യാം, അതേപോലെ സ്ക്രാച്ച് ഫയൽ ക്രിയേറ്റ് ചെയ്യാം, ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാം, പൈത്തൺ പാക്കേജ് ക്രിയേറ്റ് ചെയ്യാം, പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യാം, HTML ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇവിടെ HTML ഫയൽ മതിയല്ലേ. അപ്പം HTML ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അതിനകത്ത് HTML5 ഫയലാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഞാൻ ജസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു പേര് കൊടുക്കുന്നു. എന്നിട്ട് ഒരു എൻ്റർ കൊടുക്കുമ്പോഴത്തേക്ക് test.html എന്ന് പറഞ്ഞൊരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ആവുന്നുണ്ടല്ലേ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കണ്ട. കാരണം ഡോക് ടൈപ്പ്, അതേപോലെ ഹെഡിങ് ടാഗ്, അതേപോലെ ബോഡി ടാഗ് അതേപോലുള്ള ബേസിക് സെറ്റുകളൊന്നും നമ്മൾ കൊടുക്കണ്ട. ജസ്റ്റ് നമുക്ക് വേണ്ടുള്ള കാര്യങ്ങൾ മാത്രം എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഞാനൊരു H1 നമ്മൾ ഇന്ന് വൈകിട്ടത്തെ ക്ലാസ്സിൽ നോക്കിയ H1 ഒരു ഹലോ കൊടുത്തിട്ട് നമുക്കിനി ഇതിങ്ങനെ റൺ ചെയ്യണം. അപ്പൊ ഞാൻ ഈ ഹലോ നമുക്ക് റൺ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് കാണണ്ടേ ഓരോ ഓപ്ഷൻസ് കാണും. ക്രോമി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ കാണും. അതേപോലെ ഫയർഫോക്സ് ഓപ്ഷൻ ഓപ്പൺ ചെയ്യാൻ നമ്മളെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ബ്രൗസറിനകത്ത് ഏതിനേലും ഓപ്പൺ ചെയ്യാം. ഇപ്പൊ ഞാൻ ക്രോമിലാണ് ഓപ്പൺ ചെയ്യാൻ കൊടുക്കുന്നതുകൊണ്ട് ഇപ്പം ക്രോമിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതാണ്ട്
ഹലോ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇനി ഇതിനകത്ത് കുറെ എക്സ്റ്റൻഷൻസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിനകത്ത് ഏതൊക്കെ എക്സ്റ്റൻഷൻസ്, നമുക്ക് എക്സ്റ്റൻഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു IDEയിൽ നമുക്ക് കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന കുറച്ച് പാക്കേജുകളാണ് ഈ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന്, അങ്ങനെ ഒരുപാട് എക്സ്റ്റൻഷൻസ് നമുക്കുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന്, ഏതൊക്കെ നമുക്ക് വേണം, ഏതൊക്കെ നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഇനി ഇങ്ങനെ ഒന്ന് റൺ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ റണ്ണിനകത്ത് റൺ മെയിൻ അല്ല നമുക്ക് റൺ ചെയ്യാനുള്ളത്. റണ്ണിനകത്ത് ഇവിടെ റൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കണം. ഇവിടെ മെയിൻ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പൊ മെയിൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പൊ റണ്ണിനകത്ത് ആ ഓപ്ഷൻ ഇല്ലെന്ന് തോന്നുന്നു. HTML അങ്ങനെ റൺ ചെയ്യാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. അപ്പൊ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ കൊടുത്താൽ മതി. ബ്രൗസറിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതിന് നേരെ ബ്രൗസറിൽ പോയിട്ട് ഹലോ എന്ന് പറഞ്ഞ് വരും. അതേപോലെ എന്താണ് ടൈറ്റിൽ, ഇപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്ത ഫയലിന്റെ ടൈറ്റിൽ, ഇപ്പൊ ഞാൻ നേരത്തെ നമ്മൾ ടൈറ്റിൽ ടാഗ് പഠിച്ചില്ലായിരുന്നു. അപ്പൊ ടൈറ്റിൽ ടാഗിനകത്ത് ഞാൻ ഇവിടെ സാഫർ എന്നാണ് എന്റെ പേരാണ് കൊടുക്കുന്നതെങ്കിൽ സാഫർ എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് സാഫർ ടൈറ്റിൽ സാഫർ എന്നായിട്ടുണ്ട്. അതേപോലെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ റിഫ്ലക്ട് ആവുകയും ചെയ്യും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയും മതിയല്ലോ. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇനി നോക്കണ്ട. ഇനി നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ഓരോരോ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാനുള്ള കോഡും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം. ഓക്കെ, ബൈ.